നിങ്ങളൊരു സേവിംഗ് അക്കൗണ്ട് ഉപയോഗിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ ശ്രദ്ധിക്കുക, ഏപ്രിൽ 1, 2026 മുതൽ ബാങ്കിംഗ് സിസ്റ്റത്തിൽ ഒരു വലിയ റീസെറ്റ് നടക്കാൻ പോവുകയാണ്. RBIയും ഫിനാൻസ് മിനിസ്റ്ററിയും ചേർന്ന് കൊണ്ടുവന്ന പുതിയ റൂൾസ്. നിങ്ങളുടെ പണമെടുക്കുന്ന രീതിയിൽ നിന്ന് നിങ്ങളുടെ സോഷ്യൽ മീഡിയ വരെ ഇമ്പാക്ട് ചെയ്യുന്ന റൂളുകൾ. പലരും ഇപ്പോഴും പഴയ ബാങ്കിംഗ് റൂൾ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഏപ്രിൽ 1 മുതൽ ഈ ഒരു പഴയ ബാങ്കിംഗ് സിസ്റ്റം എല്ലാം മാറി പുതിയ ബാങ്കിംഗ് സിസ്റ്റം, ബാങ്കിങ്ങിന്റെ ഒരു പുതിയ ലോകം തുറക്കാൻ പോവുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഡയറക്റ്റായി ബാധിക്കുന്ന 8 പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ മുഴുവനായി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഏപ്രിൽ 1 മുതൽ നിങ്ങൾക്ക് കൃത്യമായി ബാങ്കിങ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. എന്താണ് ആ പ്രധാനപ്പെട്ട മാറ്റങ്ങളെന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ മാറ്റമാണ് UPI ATM വിഡ്രോവൽ റൂൾസ്. UPI ഉപയോഗിച്ച് ATMൽ ക്യാഷ് വിഡ്രോ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. QR കോഡ് സ്കാൻ ചെയ്ത് ക്യാഷ് വിഡ്രോവൽ ചെയ്യുന്നത്. നമ്മൾ ഇതൊക്കെ ഫ്രീ ആണെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഇനി മുതൽ ഗെയിം മാറാൻ പോവുകയാണ്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതെന്ന് നോക്കാം. പ്രൈവറ്റ് ബാങ്ക്സിൽ, പ്രത്യേകിച്ച് HDFC ബാങ്കിൽ ഒരു പുതിയ മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി മുതൽ UPI വിഡ്രോവൽ നിങ്ങളുടെ മന്ത്ലി ഫ്രീ ATM ലിമിറ്റ് കൗണ്ട് ചെയ്യും. ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് സിമ്പിളായി എന്ത് മാറ്റമാണ് വന്നതെന്ന് പറഞ്ഞു തരാം. നിങ്ങൾക്ക് പ്രതിമാസം 5 ഫ്രീ വിഡ്രോവൽ ഉണ്ടെന്ന് കരുതുക. 3 കാർഡ് ഉപയോഗിച്ചും 2 UPI ഉപയോഗിച്ചുമാണെന്ന് കരുതുക. അങ്ങനെ നിങ്ങൾ 5 ഫ്രീ വിഡ്രോവൽസും യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലിമിറ്റ് കഴിയുകയും അതിനുശേഷം നിങ്ങൾ ചെയ്യുന്ന ഓരോ ട്രാൻസാക്ഷനും 23 രൂപ പെർ ട്രാൻസാക്ഷൻ പ്ലസ് GST നമ്മൾ അധികം നൽകേണ്ടതുണ്ട്. മെട്രോ സിറ്റീസിൽ 3 ഫ്രീ വിഡ്രോവൽസ് ആണുള്ളത്. നോൺ മെട്രോ സിറ്റീസിൽ 5 ഫ്രീ വിഡ്രോവൽസ് ആണ് ഉള്ളത്. ഇനി നമുക്ക് ഇതിലൂടെ RBIയുടെ ലക്ഷ്യം എന്താണെന്ന് നോക്കാം. RBIയുടെ ലക്ഷ്യമായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്, നമ്മൾ ക്യാഷ് യൂസ് ചെയ്യുമ്പോൾ ചാർജ് ഒരുപോലെ ആയിരിക്കണം. UPI ആണെങ്കിലും കാർഡ് ആണെങ്കിലും ആ ഒരു ചാർജ് ഒരുപോലെ ആയിരിക്കണം എന്നാണ് RBI പറയുന്നത്. സോ നിങ്ങൾക്ക് എമർജൻസിയായി പണം വിഡ്രോ ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ UPI അല്ലെങ്കിൽ കാർഡ് വിഡ്രോവൽ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലിമിറ്റിന് ശേഷം നിങ്ങൾ ആ ഒരു പണം ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുമ്പോൾ നിങ്ങൾ എക്സ്ട്രാ 23 രൂപ പ്ലസ് GST നൽകേണ്ടതുണ്ട്. രണ്ടാമത്തെ ഒരു വലിയ ചേഞ്ച് ആണ് പാൻ റൂൾ ആൻഡ് ക്യാഷ് ലിമിറ്റ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു റൂളാണ്. 2026 മുതൽ ക്യാഷ് ട്രാൻസാക്ഷന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള മോണിറ്ററിംഗ് ഉണ്ടായിരിക്കും. നിങ്ങൾ ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ അത് നേരിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇനി മുതൽ പാൻ കാർഡ് മാൻഡേറ്ററി ആയിട്ടുള്ള ഇടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ ഒരു കാർ വാങ്ങാനോ അല്ലെങ്കിൽ വിൽക്കാനോ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പാൻ കാർഡ് നിർബന്ധമായി വേണം. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ലക്ഷറി ആയിട്ടുള്ള ഒരു സാധനം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും പാൻ കാർഡ് മസ്റ്റായി വേണം. അതുപോലെ തന്നെ നിങ്ങൾ ഹൈ വാല്യൂ പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും പാൻ കാർഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഇനി വലിയ എമൗണ്ട് ട്രാൻസാക്ഷൻ നടത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹൈ വാല്യൂ എമൗണ്ട് ട്രാൻസാക്ഷൻ നടത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവയ്ക്കെല്ലാം കൃത്യമായ പ്രൂഫ് ഉണ്ടാകണം. അല്ലെങ്കിൽ നമ്മൾ വലിയ പെനാൽറ്റി നൽകേണ്ടി വരും. നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഡെയിലി നമുക്ക് എത്ര രൂപയാണ് ട്രാൻസാക്ട് ചെയ്യാൻ സാധിക്കുന്നത്, എത്ര ലിമിറ്റ് വെച്ചാണ് നമുക്ക് കടം വാങ്ങാൻ സാധിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ ന്യൂ ഇൻകം ടാക്സ് റൂൾ എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഓൾറെഡി നമ്മളുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അത് വളരെ വ്യക്തമായി മനസ്സിലാകും. നമുക്കിനി മൂന്നാമതായി വന്ന ചേഞ്ച് എന്താണെന്ന് നോക്കാം. ഇൻകം ടാക്സ് ആൻഡ് സോഷ്യൽ മീഡിയ ട്രാക്കിംഗ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു റൂളാണ്. നമുക്കറിയാം, ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു യൂട്യൂബ് അക്കൗണ്ട് ഉണ്ടാകും. എല്ലാവർക്കും യൂട്യൂബ് ചാനലിൽ നിന്ന് വരുമാനം ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അതിൽ നിന്ന് ഇൻകം നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുക. അവർക്ക് എന്തൊക്കെ ടാക്സ് ആണ് നൽകേണ്ടത്, ആ ഒരു സോഷ്യൽ മീഡിയ ട്രാക്കിങ്ങിലൂടെ എന്താണ് വ്യക്തമാക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ന്യൂ ഇൻകം ടാക്സ് റൂൾ പ്രകാരം നിങ്ങളുടെ ഡിജിറ്റൽ ഫുട് പ്രിന്റ് സ്കാൻ ചെയ്യാൻ അവർക്ക് സാധിക്കും. നാലാമത്തെ ചേഞ്ച് ആണ് സീറോ ബാലൻസ് അക്കൗണ്ട് ബെനിഫിറ്റ്സ്. ഇതൊരു ഗുഡ് ന്യൂസ് ആണ്. RBIയുടെ പുതിയ റൂളുമാണ്. ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് യൂസേഴ്സിന് അൺലിമിറ്റഡ് ക്യാഷ് ഡെപ്പോസിറ്റ് ഇനി മുതൽ സാധ്യമാണ്. ഫ്രീ ആയി ATM കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നു. ഫ്രീ ഡിജിറ്റൽ പേയ്മെന്റും സാധ്യമാണ്. UPI വഴിയും NEFT വഴിയും RTGS വഴിയും നിങ്ങൾക്ക് ഫ്രീ ആയി ഡിജിറ്റൽ പേയ്മെന്റ് നടത്താൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മിനിമം ബാലൻസ് കീപ് ചെയ്യണമെന്നും നിർബന്ധമില്ല.
ആവശ്യമില്ല. മന്ത്ലി ഫോർ ഫ്രീ വിഡ്രോവലും സാധ്യമാണ്. ഇനി മുതൽ നിങ്ങൾക്ക് ബാങ്ക്സ് ഇഗ്നോർ ചെയ്യാനും സാധിക്കില്ല. അഞ്ചാമത്തെ ചേഞ്ച് ആണ് ട്രേഡിംഗ് കോസ്റ്റ് ഇൻക്രീസ്. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ പറയാൻ പോകുന്ന ചേഞ്ച് നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുക. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ റൂൾസ് പ്രകാരം സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. അതിനൊരു ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ 10 ലക്ഷം രൂപയുടെ ഒരു ഫ്യൂച്ചർ ട്രേഡിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു തുകയ്ക്ക് നിങ്ങൾ 200 രൂപ മുതൽ 500 രൂപ വരെ ടാക്സ് നൽകേണ്ടതുണ്ട്. ഇത് 150% ഇൻക്രീസ് ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഓപ്ഷൻസ് ട്രേഡിംഗ് ടാക്സ് 50% ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇവിടത്തെ ഗുഡ് ന്യൂസ് എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇക്വിറ്റി ഡെലിവറി അൺചേഞ്ച്ഡ് ആണ്. അതുപോലെ തന്നെ ഇൻട്രാഡേയും അൺചേഞ്ച്ഡ് ആണ്. ഇത് രണ്ടിനും മാറ്റമൊന്നും വന്നിട്ടില്ല. അടുത്ത അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു ടേം ഇൻഷുറൻസും ഒരു ഹെൽത്ത് ഇൻഷുറൻസും എടുത്തിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഒരു ടേം ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസോ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോളിസി ബസാർ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. നിങ്ങൾ ഒരു ടേം ഇൻഷുറൻസ് ആണ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ പ്രതിമാസം വെറും 400 രൂപ മുതൽ 500 രൂപ പ്രീമിയത്തിൽ നിങ്ങൾക്ക് ആരംഭിക്കാവുന്നതാണ്. 51-ലധികം ഇൻഷുറൻസ് പാർട്ട്നേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് 15% ഡിസ്കൗണ്ടും നേടാൻ സാധിക്കുന്നു. ഇതിലൂടെ നിങ്ങൾക്ക് 1 കോടി രൂപയുടെ കവറും നേടാൻ സാധിക്കുന്നു. ഇൻ കേസ് നിങ്ങൾ ലൈഫ് ഇൻഷുറൻസ് ആണ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ പ്രതിമാസം വെറും 400 രൂപ മുതൽ 500 രൂപ പ്രീമിയത്തിൽ ഇതും നമുക്ക് ആരംഭിക്കാൻ സാധിക്കും. 1 കോടി രൂപയുടെ കവറേജും നിങ്ങൾക്ക് നേടാൻ സാധിക്കും. 25% വരെ ഡിസ്കൗണ്ടും നിങ്ങൾക്ക് ലൈഫ് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ നേടാൻ സാധിക്കും. 30 മിനിറ്റിൽ തന്നെ നിങ്ങൾക്ക് ക്ലെയിം സപ്പോർട്ടും ലഭിക്കുന്നു. 51-ലധികം ഇൻഷുറൻസ് പാർട്ട്നേഴ്സും ഇവർക്കുണ്ട്. അത് മാത്രമല്ല ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജർ ഉള്ളത് കൊണ്ട് നിങ്ങളുടെ സംശയങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനും സാധിക്കും. അപ്പോൾ നിങ്ങൾ ടേം ഇൻഷുറൻസോ അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസോ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോളിസി ബസാർ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അനുയോജ്യമായ ഇൻഷുറൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ആറാമത്തെ ചേഞ്ച് ആണ് ഡിജിറ്റൽ ഫ്രോഡ് കോമ്പൻസേഷൻ. RBIയുടെ പുതിയ നിയമപ്രകാരം ജൂലൈ 1, 2026 മുതൽ 50,000 രൂപ വരെ ഡിജിറ്റൽ ഫ്രോഡ് എന്തെങ്കിലും തട്ടിപ്പ് നടക്കുകയാണെങ്കിൽ ആ ഒരു തുകയുടെ 85% വരെ കോമ്പൻസേഷൻ ലഭിക്കുമെന്നാണ് RBIയുടെ പുതിയ റൂളിൽ പറയുന്നത്. ഇവിടെ കുറെ കണ്ടീഷൻസ് ഉണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. മാക്സിമം ലിമിറ്റ് 25,000 രൂപ വരെയാണ്. അതുപോലെ തന്നെ ഈ ഒരു തട്ടിപ്പ് നടന്ന് 5 ദിവസത്തിനുള്ളിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകണം. ലൈഫ് ടൈമിൽ ഒരു തവണ മാത്രമാണ് ഈ ഒരു റീഫണ്ട് നമുക്ക് ലഭിക്കുന്നത്. സേഫ്റ്റി നെറ്റ് ഉണ്ടെങ്കിലും കെയർഫുൾ ആയി നിങ്ങളുടെ ഡിജിറ്റൽ ഇടപാടുകൾ നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏഴാമത്തെ ചേഞ്ച് ആണ് ലോൺ റിക്കവറി റൂൾ. റിക്കവറി ഏജന്റുമാരുടെ സ്വഭാവം നിയന്ത്രിക്കാൻ RBI സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഹറാസ്മെന്റ് ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ കോൾ ടൈമിംഗ് രാവിലെ 8 മണി മുതൽ രാത്രി 7 മണി വരെയാണ്. പ്രൈവസി പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളെയും നിങ്ങളുടെ റിലേറ്റീവ്സിനെയും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഈ ഒരു റൂൾസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഏജന്റുമാർക്ക് പെനാൽറ്റിയും അതുപോലെ തന്നെ അവരുടെ ആ ഒരു ലൈസൻസ് ക്യാൻസൽ ചെയ്യാനും സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ 2026 ഏപ്രിൽ 1 മുതൽ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ചേഞ്ചസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ സംസാരിച്ചത്. ഇവിടെ നിങ്ങൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്: നിങ്ങളുടെ ATM ലിമിറ്റ് മോണിറ്റർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഡിജിറ്റൽ വെർസസ് സോഷ്യൽ മീഡിയ മാച്ച് ചെയ്യുക, നിങ്ങളുടെ ITR നിങ്ങൾ ഫയൽ ചെയ്തിട്ടുള്ള ആ ഒരു തുകയേക്കാളും അധികമായ എക്സ്പെൻസ് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇൻകം ടാക്സ് കണ്ടുപിടിക്കുകയും നിങ്ങളിൽ നിന്ന് ആ ഒരു പ്രൂഫ് ആവശ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പുതുതായി വാങ്ങുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ലക്ഷറി പ്രോഡക്ട്സ് വാങ്ങുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായി ടാക്സ് അടച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു തട്ടിപ്പിൽ അകപ്പെടുകയാണെങ്കിൽ ആ ഒരു 5 ദിവസത്തിനുള്ളിൽ തന്നെ അത് റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് 85% വരെ റീഫണ്ട് നേടാനും സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു മാറ്റങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കി ഏപ്രിൽ 1 മുതൽ ഇതെല്ലാം കൃത്യമായി പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് രൂപ നഷ്ടമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത്. ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നത്, ഏപ്രിൽ 1 മുതൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ബാങ്കിങ് ഇടപാടുകളിൽ വരുത്തേണ്ടത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. നമ്മൾ അതൊക്കെ ക്ലിയർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പുതിയ ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കും കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. നമുക്ക് അതിനെക്കുറിച്ച് പുതിയ വീഡിയോസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. ബോസ്വാല, ബി ദ ബോസ്.